വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ MLA IC ബാലകൃഷ്ണനെ ഇന്ന് ചോദ്യം ചെയ്യും. ബത്തേരി DYSP ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യുക. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളായ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരുന്നു. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അർജുൻ, എപ്പോഴായിരിക്കും ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക? മറ്റ് വിശദാംശങ്ങൾ കൂടി. ദേവിക, വീണ, ഗുഡ് മോർണിംഗ്. ഇന്ന് അല്പസമയത്തിനകം IC ബാലകൃഷ്ണൻ ഇത്തരത്തിൽ വയനാട്ടിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം DYSP ഓഫീസിലെത്തി ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ND അപ്പച്ചൻ, അതുപോലെ തന്നെ KK ഗോപിനാഥൻ തുടങ്ങിയവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചതാണ്. IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ KK ഗോപിനാഥൻ, ND അപ്പച്ചൻ തുടങ്ങിയവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചതാണ്. അതുകൊണ്ട് സ്വാഭാവിക നടപടിയാണ് ഇത്. ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുക, വിട്ടയക്കുക എന്നുള്ളത് സ്വാഭാവിക നടപടിയാണെന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാ തന്നെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സമയമാണിത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ കോടതി ജാമ്യം നൽകിയിരുന്നെങ്കിലും പിന്നീടും വലിയ രീതിയിലുള്ള പാർട്ടി പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. കാരണം ഇത്തരത്തിൽ ND അപ്പച്ചനെയും അതുപോലെ തന്നെ KK ഗോപിനാഥനെയൊക്കെ പോലീസ് വിളിച്ചു വരുത്തുന്നു. പിന്നീട് 2 ദിവസത്തിലധികമുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഉണ്ടായത്. ആ ചോദ്യം ചെയ്യലിന് ശേഷം പിന്നീട് ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിന്നും ഗോപിനാഥന്റെ വീട്ടിൽ പോലീസ് എത്തുകയും അവിടെ നിന്ന് കുറച്ച് രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. തുടർന്ന് DCC ഓഫീസിലടക്കം പരിശോധന നടത്തിയിരുന്നു. ഇതിൽ പ്രധാനമായിട്ടുള്ളത് KPC പ്രസിഡന്റിനെ അടക്കം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് എന്നുള്ളതാണ്. അതാണ് പ്രധാനമായും കോൺഗ്രസിനെ വലിയ രീതിയിൽ അലട്ടുന്നത്. KPC പ്രസിഡന്റിനെ അടക്കം ചോദ്യം ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് പാർട്ടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അന്വേഷിക്കുന്നത് ബത്തേരി DYSP ആണ്. ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള 9 അംഗ സംഘമാണ് ഇത്തരത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. ഇവരാണ് ഇന്ന് IC ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും. IC ബാലകൃഷ്ണനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മുൻകൂർ ജാമ്യം കിട്ടിയ സമയത്ത് ഒരു താൽക്കാലിക ആശ്വാസം IC ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിലും പാർട്ടിയിൽ നിന്നുള്ള ഒരു ചെറിയ സമ്മർദ്ദം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ NM വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം MM ഹസൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. അവർ ചർച്ച നടത്തി, കുടുംബവുമായി ചർച്ച നടത്തി തങ്ങൾ പാർട്ടി ഏറ്റെടുക്കാം ഈ വിഷയം എന്ന് പറയുകയും ഇത്തരത്തിൽ ഈ സാമ്പത്തികമായിട്ട് തങ്ങൾ ഏറ്റെടുക്കാമെന്ന് നേരത്തെ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് KPCC ഉപസമിതി രൂപീകരിച്ചിരുന്നു. അതായത് NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ KPCC ഉപസമിതി രൂപീകരിച്ചിരുന്നു. ആ ഉപസമിതി ഇപ്പോൾ വന്നു പോയിട്ട് 2-3 ആഴ്ചകളായി. പക്ഷെ ഇതുവരെയും യാതൊരു വിധത്തിൽ ഒരു അന്വേഷണത്തിന്റെ ഒരു പുരോഗതിയും അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണ് അന്വേഷിച്ചതെന്ന് പോലും പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന്റെ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. പാർട്ടി തലത്തിൽ ഇതുവരെയും ഈ നേതാക്കൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിക്കുകയോ അവരോട് വിശദീകരണം തേടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുടുംബത്തിന്റെ അടുത്ത് പോയി അവർ പറയുന്നത് കേട്ട് അവരെ സമീപിച്ച് കൊണ്ടുവന്നതല്ലാതെ ഇവരോട് ഇത്തരത്തിൽ ഈ വ്യക്തികളോട് അല്ലെങ്കിൽ IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരോട് വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ തന്നെയും അല്പസമയത്തിനകം IC ബാലകൃഷ്ണൻ ബത്തേരി DYSP ഓഫീസിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ശരി.